യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള ആ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വിവിധ വാക്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിന് ദൈവവചനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസും മറ്റും കൊടുക്കുന്നതായ വളരെ മനോഹരമായ ഒരു പേരുണ്ട്. അത് ധന്യനായ ഏകാധിപതി, ധന്യനായ ദൈവം എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം എന്ന് പറയുന്നത് ബ്ലസ്സഡ് ഗോഡ് എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവം, അതേ ഭാഗ്യവാനായ ദൈവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണയായി നമ്മൾ മലയാളത്തിൽ ഭാഗ്യവാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് അനുഗ്രഹിക്കപ്പെട്ടവനായ ദൈവം, അനുഗ്രഹത്തിന് ദൈവം. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം അവൻ ബ്ലസ്സഡ് ആണ്. അവൻ ബ്ലസ്സഡ് ആണ്. പക്ഷെ ആരാലും അവൻ ബ്ലസ്സഡ് ആയതല്ല, മറിച്ച് അവന്റെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ സ്വഭാവ വിശേഷണ ഗുണമാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവമാണെന്നുള്ളത്. അതേപോലെ തന്നെ ധന്യനായ ദൈവമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കാണിക്കുന്നത് അവൻ സോഴ്സാണ്, അതായത് ഈ അനുഗ്രഹത്തിന്റെ സോഴ്സാണ്. മറ്റൊരു വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദൈവം സന്തോഷത്തിന് ദൈവമാണ്. അതേ സന്തോഷത്തിന് ദൈവം, അതേ അനുഗ്രഹത്തിന് ദൈവം, ആ അനുഗ്രഹമായിരിക്കുന്ന ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇതേ കാര്യം തന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഈ 15-ാം അധ്യായത്തിലൊക്കെ അതെ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ദൈവവും നാമും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്നുള്ളത് ഉദാഹരണ സഹിതം വിവരിച്ചിട്ട് യേശുക്രിസ്തു പറയുന്നു, ഞാൻ ഇതൊക്കെ നിങ്ങളോട് സംസാരിച്ചതിന്റെ ഉദ്ദേശം അതെ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. അതെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം യേശു ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സന്തോഷം അപൂർണമാണ് എന്നുള്ളതായ ഒരു പ്രത്യേക വിഷയമാണ് യേശുവിടെ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും സന്തോഷം കണ്ടെത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്നത്, അവർ സന്തോഷം കണ്ടെത്തുവാൻ സിനിമ കാണുന്നു. ചില ആളുകൾ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ചില ആളുകൾ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്രകളോ, അല്ല ചില ആളുകൾ ടൂറിസം, അത് അവർ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബീച്ചുകളിലോ ക്ലബ്ബുകളിലോ അല്ല ഏതെങ്കിലും ഒരു ഗാർഡൻ ഏരിയയിലൊക്കെ പോയി ആളുകൾ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു വസ്തുത പ്രധാനമായിട്ടും അറിയാം, ഈ ലോകത്തിലെ സന്തോഷമെല്ലാം തന്നെ താൽക്കാലികമാണ്. ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു, പക്ഷേ ഒരു ചെറിയ ഒരു വിഷയം മതി നമുക്ക് ആ സന്തോഷം കെട്ടുപോകുവാൻ. അല്ല നമ്മളുടെ ഒരു ശാരീരികമായ സ്ഥിതിയോ, അല്ല നമ്മൾ കേൾക്കുന്നതായ ഒരു വാർത്തയുടെ സമ്മർദ്ദം മൂലമോ നമുക്ക് ഈ സന്തോഷം മുഴുവനും കെട്ടുപോകുവാനിടയായി തീരും. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവോട് പറയുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമല്ല. പക്ഷെ യേശുക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമാക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. നമ്മളതിനെ വിളിക്കുന്ന പേര് മുടിയനായ പുത്രന്റെ ഉപമ എന്നുള്ളതാണ്. ഞാൻ അവനെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവന്റെ ജീവിതത്തിൽ പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ. പക്ഷെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു കാര്യത്തെയാണ് അവിടെ യേശു ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. യേശു എന്താ പറഞ്ഞത്? ഒരു ഭവനത്തിൽ ഒരു പിതാവും 2 മക്കളും ഉണ്ടായിരുന്നു, അല്ലേ? അതിൽ ഇളയവൻ അപ്പനോട്, അപ്പാ എനിക്ക് നിന്റെ വസ്തുവകകളിൽ നിന്ന് വരേണ്ടത് നൽകി തരണം. അപ്പോൾ അപ്പൻ ആ വസ്തുവകകളൊക്കെ ഈ മകന് കൊടുത്തു. ഒരുപക്ഷെ അവൻ സ്വർണ്ണ നാണയങ്ങളായിട്ടോ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങളായിട്ടോ അതൊക്കെ വ്യാപാരം ചെയ്യോ വിനിമയം ചെയ്തോ അവൻ തൻ്റെ കയ്യിൽ കൂട്ടിവെച്ചിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. എന്തിനാണ് അവൻ വാസ്തവത്തിൽ ദൂരദേശത്തേക്ക് പോകുന്നത്? അവൻ ദൂരദേശത്തേക്ക് പോകുന്നതിന് കാരണം ഈ സന്തോഷം കണ്ടെത്തുവാനാണ്, ഈ ഒരു സമാധാനം കണ്ടെത്തുവാനാണ്. അതെ, നമുക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് ചോദിക്കാം, സഹോദര നിനക്ക് സന്തോഷമുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ എത്രത്തോളം ജോയ്ഫുൾ എന്നറിയാമോ? എത്ര നാളായി ഞാൻ എൻ്റെ വീട്ടിൽ ബോറടിച്ചിരുന്നിട്ട് ഇപ്പോൾ അപ്പനെ വിടുകയും അപ്പൻ്റെ ദാസന്മാരെയും ദാസന്മാരെയും
അതേപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനെ തന്നെ വിട്ട് ഇങ്ങനെ ഞാൻ പോകുമ്പോൾ ഐ ആം റിയലി എൻജോയിങ് മൈ ലൈഫ് എന്നൊക്കെ ആയിരിക്കാം ഈ മകൻ പറയുന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവന്റെ കയ്യിലിരിക്കുന്ന നാണയങ്ങളും തൻ്റെ കയ്യിലിരിക്കുന്നതായ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ, അതേ ആഹാരത്തിന് പോലും വകയില്ലാതായി അവൻ മാറിയപ്പോൾ, അവനിപ്പോൾ മനസ്സിലാക്കുകയാണ്, ഇനി എനിക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല, എൻ്റെ സന്തോഷത്തിന്റെ സകല സാധ്യതകളും അടഞ്ഞുപോയി, ഇനിയും എനിക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ യാതൊരു വ്യവസ്ഥയുമില്ലാതെ എന്നെ സ്വീകരിപ്പാൻ കഴിയുന്നതായ ഒരു അപ്പനുണ്ട്. നോക്കൂ, അവൻ പറഞ്ഞതായ വാചകം വളരെ ശ്രദ്ധേയമാണ്. അവൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുവാൻ അവന് മടിയുള്ളവനാണ്. കാരണം അപ്പനിൽ നിന്നെല്ലാം അവൻ വാങ്ങിയെടുത്തുകൊണ്ട് പോയവനാണ്. പക്ഷേ തൻ്റെ ഭവനത്തിലെ സന്തോഷം ഓർക്കുമ്പോൾ, തൻ്റെ ഭവനത്തിൽ കഴിഞ്ഞ നാളുകൾ താൻ അനുഭവിച്ചതായ ആ സമാധാനം, സ്വസ്ഥതയൊക്കെ ഓർക്കുമ്പോൾ അവൻ പറയുന്നു, അതെ, എൻ്റെ അപ്പൻ്റെ ഭവനം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞതായ വാചകം, അതെ, എന്നെ സ്പർശിച്ചതായ വാചകം ഇതാണ്: ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ഞാൻ ഇപ്രകാരം പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇവൻ ഈ ഭവനത്തിൽ നിന്നും പോകുമ്പോൾ ഒരിക്കലും അവൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചവനായിരുന്നില്ല. സ്വർഗം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാം അവസാനിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ആദ്യം പറഞ്ഞതായ വാക്ക്, അതെ, സ്വർഗം എന്നുള്ള വാക്കാണ്. അതായത് അവന്റെ ജീവിതത്തിൽ അവൻ ഭക്തിയോടെ അവൻ ജീവിച്ച ഒരു സമയമുണ്ട്. തൻ്റെ പിതാവ് ദൈവഭക്തിയെക്കുറിച്ച് അവന് ഉപദേശിച്ചതായ സമയങ്ങളുണ്ട്. അതെ, അവന്റെ പിതാവ് ഈ മക്കളെ ഒരുമിച്ചിരുത്തി, അല്ല, അവന്റെ വീട്ടിലുള്ള ജോലിക്കാരെയൊക്കെ കൂടെ ഒന്നിച്ചിരുത്തി യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഇവന് ഓർമ്മയുണ്ട്. അതെ, അന്ന് അനുഭവിച്ചതായ സന്തോഷവും സമാധാനമോ എനിക്ക് ഈ പണം കൊണ്ട് നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു കാണും. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലും, എന്നിട്ട് ഞാൻ പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ പ്രധാനമായും ഒരു കാര്യം സംഭവിച്ചത്, അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരിക, ഒരു വ്യത്യാസം വരിക, മാനസാന്തരം. അതേ, താൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറംതിരിഞ്ഞു പോകുന്നതായ ഒരവസ്ഥ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുക. നോക്കൂ, ആ മാനസാന്തരം അവനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? മാനസാന്തരം അവനെ അപ്പന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ മാനസാന്തരമാണ് നമ്മെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് കർത്താവ് യേശുക്രിസ്തുവിനെ ആദ്യമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ല, കർത്താവ് യേശുക്രിസ്തുവിനെ വർഷങ്ങളായി അനുഗമിച്ച ഒരു വ്യക്തി, എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും ഇതേപോലെ തന്നെ ദൂരേക്ക് മാറിപ്പോയതായ വ്യക്തി, അവൻ മാനസാന്തരപ്പെട്ട് അവന്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതായ ആ സൗഭാഗ്യങ്ങളെ താൻ ഓർക്കുമ്പോൾ, അതെ, അവൻ തീർച്ചയായിട്ടും അവൻ പുറപ്പെട്ടു പോകുന്ന ഭവനത്തിലേക്ക് തന്നെ അവൻ മടങ്ങിച്ചെല്ലും. അതേ, സൃഷ്ടാവായ ദൈവത്തിനടുക്കിലേക്ക്, നമ്മെ നിർമ്മിച്ചവനായ ദൈവത്തിനടുക്കിലേക്ക് നമ്മൾ കടന്നു നിന്നിട്ട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇവിടെ അവൻ ദൈവത്തെ കൂടെ അവിടെ ഉൾപ്പെടുത്തുകയാണ്. കാരണം ഞാൻ എൻ്റെ അപ്പനെ വിട്ടുപോയത്, അതെ, ഞാൻ സ്വർഗത്തെയും കൂടിയാണ് വിട്ടുപോയത്, സ്വർഗത്തെയും കൂടിയാണ് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോൾ മടങ്ങി വരുന്നു. എവിടേക്കാണ് അവൻ മടങ്ങി വരുന്നത്? അതെ, അപ്പന്റെ ഭവനത്തിലേക്ക്. ആ ഭവനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മകനെ കാത്തിരിക്കുന്നതായ ഒരു പിതാവിനെയാണ്. അതേപോലെ തന്നെ പിതാവ് അവനെ സ്വീകരിച്ച് അവന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്ത് ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വളരെ സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് ശരിക്കും ഉള്ള സന്തോഷം, ഇതാണ് ശരിക്കുമുള്ള സമാധാനം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നത്, സന്തോഷിക്കാൻ കഴിയുന്നത്, നമ്മുടെ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീക അനുഗ്രഹത്തിലൂടെയും ആ ആത്മീക അനുഗ്രഹങ്ങളിലൂടെയുള്ള സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ വളരെ പ്രസന്നവദനായി ഞാൻ ഇരിക്കുന്നു, പക്ഷേ ഐ നോ ഹൂ ഐ ആം, എനിക്കറിയാം ഞാൻ ആരാണെന്നുള്ളത്. എനിക്ക് പലപ്പോഴും മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിലോ വളരെ സങ്കടങ്ങളും അതേ ദേഷ്യങ്ങളും നിരാശകളും ഒക്കെ എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന അനുഭവമാണ്.
ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? അതെ, അപൂർണമായ സന്തോഷത്തെ പൂർണ്ണമാക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള സന്തോഷം, ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. പക്ഷേ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് യേശു ക്രിസ്തു നൽകുന്ന സന്തോഷത്താലാണ്, ആ സമാധാനത്താലാണ്. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ, നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ തെറ്റിപ്പോയ അനുഭവങ്ങളെ റെക്ടിഫൈ ചെയ്തുകൊണ്ട്, മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തിനടുക്കിലേക്ക് കടന്നു വന്ന്, അതെ, ആ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത്, അതേ, കർത്താവ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ, അതേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതേ, ആ ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ യേശു പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ഈ ആത്മാവിലുള്ള ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അതെ, നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമാറാകട്ടെ. ലോകത്തിൽ എത്രത്തോളം സുഖസൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, എത്രത്തോളം ആർഭാടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ എത്രയോ പേർ ഈ ലോകത്തിലുണ്ടെങ്കിലും, നിങ്ങളുടെ സന്തോഷം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അതെ, യേശു ക്രിസ്തുവിനാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കപ്പെടും. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞാൻ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സന്തോഷം ക്രിസ്തുവിലൂടെ മാത്രമേ പൂർത്തീകരിക്കപ്പെടുള്ളൂ എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഇന്ന് അങ്ങയുടെ മക്കളോട് ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. അതിനായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.